ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് നടത്തിയ ഇടപെടലിലൂടെ വീണ്ടും ഈ റിപ്പോർട്ട് സജീവ ചർച്ചയാവുകയാണ്. നിരവധി ചോദ്യങ്ങൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർത്തി. റിപ്പോർട്ടിന്റെ രഹസ്യഭാഗം ഉൾപ്പെടെ വിളിച്ചു വരുത്തി പരിശോധിക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. പരാതിയില്ലാതെ തന്നെ സർക്കാരിന് നടപടി സ്വീകരിച്ചുകൂടെ എന്ന ചോദ്യത്തിന് പിന്നാലെ കോടതിയുടെ സുപ്രധാന നീക്കമാണ് ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒടുവിൽ നീതിപീഠം വടിയെടുത്തു. റിപ്പോർട്ട് വള്ളിപുള്ളി വിസർഗം വിടാതെ മേശപ്പുറത്തെത്തണമെന്നാണ് സർക്കാരിനുള്ള നിർദ്ദേശം. അതായത് അഴകുഴമ്പൻ നിലപാട് ഇനി വേണ്ടെന്ന് വ്യക്തം. അഡ്വക്കേറ്റ് ശേഖർ ജി തമ്പി മുഖേന പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പിന്നാലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ചോദ്യശരങ്ങളെത്തി. ഒന്ന്, റിപ്പോർട്ടിൽ സർക്കാരിന്റെ നിലപാടെന്താണ്? അന്വേഷണത്തിൽ ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ടോ? റിപ്പോർട്ടിൽ മൊഴികളും തെളിവുകളുമുണ്ടോ? വെളിപ്പെടുത്തലിൽ നേരിട്ട് കേസെടുക്കാനാകുമോ? കേസുമായി അതിജീവിതർ മുന്നോട്ട് പോകാൻ തയ്യാറാണോ? ഇങ്ങനെ പോയി ചോദ്യങ്ങളിൽ മാത്രം നിർത്തിയില്ല കോടതി. റിപ്പോർട്ടിന്മേൽ പിന്നാലെ എത്തി എണ്ണം പറഞ്ഞ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും. പരാതിയുള്ളവർക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റ് കോടതിയെയോ സമീപിക്കാം. കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവതരമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളെന്നതിനാൽ പരാതിയുമായി അവർ മുന്നോട്ട് വരണമെന്നില്ല. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേത്. അതിജീവിതർ മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്ന് പരിശോധിക്കണം, കോടതി പറഞ്ഞു നിർത്തി. സർക്കാരിനായി ഹാജരായ എജിക്ക് ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഉണ്ടായില്ല. സർക്കാരിന് ഈ വിഷയത്തിലുള്ള അവ്യക്തത കോടതി മുമ്പാകെ വെളിപ്പെടുകയും ചെയ്തു. എങ്കിലും സാധ്യമായത് എജി ബോധ്യപ്പെടുത്തി. ജുഡീഷ്യൽ കമ്മീഷനല്ല, ജുഡീഷ്യൽ കമ്മിറ്റിയെയാണ് നിയോഗിച്ചതെന്ന് സർക്കാർ നിലപാടറിയിച്ചു. നിരവധി പേർ മൊഴി നൽകി. പക്ഷേ എല്ലാം കോൺഫിഡൻഷ്യലാണ്. റിപ്പോർട്ടിൽ കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ട്. സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരും ഇരകളാണ്. പോക്സോ കേസിൽ നേരിട്ട് കേസെടുക്കാനാകും. പരാതിയുള്ളവർ നൽകിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. എജി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എല്ലാത്തിനുമൊടുവിൽ ജുഡീഷ്യൽ സ്ക്രൂട്ടണിയുടെ സാധ്യത തുറന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗികാതിക്രമങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുണ്ട്. ഇക്കാര്യത്തിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാനാകുമോ എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം. മുദ്രവെച്ച കവറിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗം ഹാജരാക്കുകയും വേണം. ശേഷം ഭാഗം അടുത്ത മാസം 10-ന്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. അപ്പോൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വീകരിച്ച നിലപാടിനെ ബിന്ദു പി നായർ പിന്തുണയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്.